ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇരിക്കുന്നത് ഇൻക്ലൂഡിങ് CC 760 760 കൊറിയർ ചാർജ് അടക്കം വരുന്ന ഒരു 6 കോമ്പോസ് ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ 4 പ്ലാന്റും 3 പ്ലാന്റും 2 പ്ലാന്റും വീതമുള്ള കോമ്പോസൊക്കെ ഉണ്ട്. കോംബോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പോയ്ക്കകത്ത് വരുന്നത് റെഡ് മെറൂണിൻ്റെ നല്ലൊരു പ്ലാന്റ്. അടുത്ത് വരുന്നത് ചൈന റെഡിൻ്റെ ഒരു പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ മെർലിൻ്റെ നല്ലൊരു നാരോ വരുന്ന ഒരു വെറൈറ്റിയാണ് മെർലിൻ. ബഡൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ മെർലിൻ്റെ. അടുത്ത് വരുന്നത് ലക്കാച്ചിയുടെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. ഈ 4 പ്ലാന്റാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത് കേട്ടോ. സെയിം പ്ലാന്റ് തന്നെയാവും സെൻഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ 2 പ്ലാന്റാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കോമ്പോയിൽ. ഒന്ന് വരുന്നത് ടൈഗർ റെഡിൻ്റെ പോട്ടാണ് കേട്ടോ. ഇത് ഫുൾ പോട്ടാണ്. ഇത് വലിയൊരു മദർ പ്ലാന്റ്. പിന്നെ ഇതൊരു ഷൂട്ട്. ഈ 3 ലീഫ് നമ്മുടെ സൂപ്പർ റെഡ് പോലെ വന്നിട്ടുള്ള ലീഫുകളാണ് കേട്ടോ ഒരു ഷൂട്ട് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു ഷൂട്ടാണ്. ഇനി ഈ സൈഡിൽ അതുപോലെ തന്നെ ഒരു ഷൂട്ട് വേറെ ഉണ്ട് കേട്ടോ. ഇതൊരു ഷൂട്ട്, പിന്നെ ഒരു ഷൂട്ട് വേറെ വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു മദർ പ്ലാന്റും 2 ഷൂട്ടും വേറെ 2 ചെറിയ ഷൂട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 3-4 ഷൂട്ടൊക്കെയുള്ള ഒരു ഫുൾ പോട്ടാണ് പ്ലാന്റ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് വൈറ്റ് ലക്കാച്ചിയാണ്. വൈറ്റ് ലക്കാച്ചിയുടെ 2 ഷൂട്ടും പിന്നെ ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. 3 ഷൂട്ടൊക്കെ വരുന്ന ഒരു ഫുൾ പോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഫുൾ പോട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഒറ്റ സെറ്റ് തരാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മൂന്നാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ വൈറ്റ് ലക്കാച്ചിയുടെ തന്നെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്. ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തും 2 ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വൈറ്റ് ലക്കാച്ചിയുടെ ബുഷി പോട്ടാണ്. ഇനി ഫെവനിയോൺ അല്ലേ, അഗ്ലോണിമ ഫെവനിയോണിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഗ്രീൻ ഷെയ്ഡ് കുറവുള്ള പ്ലാന്റ് ഇടാറുണ്ട്. ഇത് ഇത്തിരി ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ചെറിയൊരു ഫെവനിയോണിൻ്റെ തന്നെ ചെറിയൊരു വ്യത്യാസം വരുന്ന പ്ലാന്റാണ്. ഇനി അടുത്തത് എമറാൾഡിൻ്റെ ബുഷി പോട്ട്. ഇതിൽ ഷൂട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. 2-3 ഷൂട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 ബുഷി പോട്ടുകളാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ നാലാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്ന 4 പ്ലാന്റാണ്. അഞ്ചുമാനി പിങ്കിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. അഗ്ലോണിമ റൈസ് നാരോയുടെ നല്ലൊരു പ്ലാന്റ്. ഇത് വരുന്നത് അഗ്ലോണിമ പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ബാർബി ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് കേട്ടോ. ഈ 4 പ്ലാന്റാണ് നമ്മുടെ നാലാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ കോമ്പോയിൽ ചൈന റെഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. ക്ലിയോപാട്രയുടെ ഒരു മീഡിയം പ്ലാന്റ്. ഇത് അഗ്ലോണിമ ഫയർ റെഡ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അഗ്ലോണിമ ഫയർ റെഡ്. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ലക്കാച്ചിയുടെ ഒരു പ്ലാന്റ്. ഈ 4 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. എല്ലാ കോമ്പോയും ഇതൊക്കെ ഒരു സെറ്റ് വീതം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ആറാമത്തെ കോമ്പോ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത് പിങ്ക് ക്യാൻഡിയുടെ പ്ലാന്റാണ് കേട്ടോ. അത് ലൈൻസ് ഇങ്ങനെ വരുന്ന പിങ്ക് ക്യാൻഡിയുടെ പ്ലാന്റ്. അടുത്തത് വരുന്നത് പിങ്ക് ലെഗസിയുടെ നല്ലൊരു ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് കുറേ നാളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാത്തൊരു പ്ലാന്റാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് നാളായി പോയിട്ട്. അപ്പോൾ ഒരു 2-3 പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇത് പേൾ ഓഫ് മെലോ എന്ന് പറയും. ഒരു യെല്ലോ കളർ ലീഫ് വരുന്ന പ്ലാന്റാണ് കേട്ടോ. അഗ്ലോണിമയുടെ നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ് പേൾ ഓഫ് മെലോ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. ഒരുപാട് ഹൈറ്റില്ല, സൈസ് കുറവാണ് കേട്ടോ. അപ്പോൾ അടുത്തത് വരുന്നത് ഗ്രീൻ ബട്ടർഫ്ലൈയുടെ ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മുടെ ലാസ്റ്റത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. അപ്പോൾ കോമ്പോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ്. ആഴ്ചയിൽ നമ്മളിപ്പോൾ ഒരു ദിവസമാണ് കേട്ടോ കൊറിയർ അയക്കുന്നത്. തിങ്കളാഴ്ച ദിവസമാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഒരുമിച്ചാണ് അയക്കുള്ളൂ. തിങ്കളാഴ്ചയാണ് കൊറിയർ അയക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.